കോഴിക്കോട് ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന മലാപ്പറമ്പിന് സമീപമാണ് പാഴ്സൽ ലോറി അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഈ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, താഴേക്ക് മറഞ്ഞു കിടക്കുകയാണ്. ലോറി നിറയെ പാഴ്സൽ ഉണ്ടായിരുന്നു, ആ പാഴ്സലൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ കോഴിക്കോട് നഗരത്തിൽ പുലർച്ചെ ഉണ്ടായിരുന്നു. ഏകദേശം 3:45 കൂടിയാണ് ഈ മഴയത്ത് ലോറി ബൈപ്പാസ് വഴി കടന്നു വന്നത്. ഈ അരികിലുള്ള മൺതിട്ട ഏകദേശം 15 അടിയോളം ഉയരത്തിലാണ് ഈ ദേശീയപാത ബൈപ്പാസ് ഉള്ളത്. ഈ 15 അടി ഉയരത്തിലുള്ള മൺതിട്ട റോഡ് ഇടിഞ്ഞ് പാഴ്സൽ ലോറി താഴേക്ക് പതിക്കുകയായിരുന്നു. ഏകദേശം 20 മീറ്റർ നീളത്തിലാണ് റോഡ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നത്. ഈ കരാർ കമ്പനി സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി സൈഡിലൊക്കെ തന്നെ കോൺക്രീറ്റിൻ്റെ ബീമുകൾ നീളത്തിൽ വെച്ചിട്ടുണ്ട്. ആ ബീമുകളൊക്കെ തന്നെ ഇടിച്ചു തെറിപ്പിച്ച് അതടക്കമാണ് ലോറി താഴേക്ക് മറിഞ്ഞിരിക്കുന്നത്. മണ്ണിടിഞ്ഞാണ് ലോറി താഴേക്ക് വീണിരിക്കുന്നത്. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി രാധാകൃഷ്ണന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ, പരിക്ക് ഗുരുതരമല്ല. ലോറിയിൽ നിറയെ പാഴ്സൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ മറ്റൊരു ലോറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ മലാപ്പറമ്പ് ഭാഗത്ത് 2 വശങ്ങളിലും കുത്തനെയുള്ള തിട്ടയാണ്. ഏകദേശം 15 അടി ഉയരമുണ്ട് ഈ മൺതിട്ടയ്ക്ക്. ഇത് ഇടിഞ്ഞു പോയാണ് ലോറി താഴേക്ക് വീണിരിക്കുന്നത്. വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബീമുകൾ ഉൾപ്പെടെ മറിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. വാഹനത്തിന് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ വാഹനം ഓടിച്ച ആൾക്ക് ഗുരുതര പരിക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.